എല്ലാവർക്കും M4PECയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ആവറേജ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആവറേജ് ഒരു ക്ലാസ് കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു പാഠ്യപദ്ധതി, സ്കൂൾ പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് മുതൽ നമ്മൾ M4PECയിൽ തുടങ്ങുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയ എന്ന് പറഞ്ഞ പാർട്ടാണ്. ജാമിതീയ രൂപങ്ങളിൽ വരുന്ന ഭാഗങ്ങളാണ് ഏരിയ, പെരിമീറ്റർ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പൊ ഒരു ജാമിതീയ രൂപത്തിന്റെ ഏറ്റവും എന്താ പറയാ ബേസ് എന്താണ്? ബേസ് ആയിട്ടുള്ള എന്താണ്? ഈ ഒരു പോയിന്റ് അല്ലെ, ഒരു പോയിന്റ് ആണ്. കുറെ പോയിന്റുകൾ ചേർന്നാൽ എന്താവും? ഒരു ലൈൻ സെഗ്മെന്റ് ആവും. ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖാഖണ്ഡം അല്ലെ, രേഖാഖണ്ഡം. ഈ രേഖാഖണ്ഡം ഇങ്ങനെ പോകുന്നതാണ് എന്ത്? രേഖ. ഒരു ഏരോട്ട് എടുത്താൽ അത് രേഖയാണ്. ആ രേഖയുടെ ഒരു ഭാഗം, ഒരു കഷ്ണാണ് രേഖാഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രേഖാഖണ്ഡങ്ങൾ ചേർന്നാൽ എന്തായി? രണ്ട് രേഖാഖണ്ഡങ്ങൾ ചേർന്നാൽ ഒരു ആംഗിള്, ഒരു കോണായി. രണ്ട് രേഖാഖണ്ഡങ്ങൾ ചേർന്നാൽ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു കോണായി. മൂന്ന് രേഖാഖണ്ഡങ്ങൾ ചേർന്നാൽ എന്തായി? മൂന്ന് രേഖാഖണ്ഡങ്ങൾ ചേർന്നാൽ ഒരു ത്രികോണമായി. അപ്പൊ എന്താ നമുക്ക് പറയാം? രണ്ടോ രണ്ടിൽ കൂടുതലോ ലൈൻ സെഗ്മെന്റുകൾ ചേർന്ന് ഉണ്ടാകുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്ന് പറയുന്നത്. പോളിഗൺ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പൊ രണ്ടോ അതിലധികമോ ലൈൻ സെഗ്മെന്റുകൾ ചേർന്ന് ഉണ്ടാകുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപങ്ങളെയാണ് പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് ലൈൻ സെഗ്മെന്റുകൾ ചേർന്നിട്ടാണ് ട്രയാങ്കിൾ, ത്രികോണം ഉണ്ടാക്കുന്നത്. നാലെണ്ണം ചേർന്നാൽ നമുക്ക് എന്തുണ്ടാവും? സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ അല്ലെങ്കിൽ പാരലോഗ്രാം. ഇതൊക്കെ എന്താണ്? നാല് ലൈൻ സെഗ്മെന്റുകൾ ചേർന്നുണ്ടാകുന്ന രൂപങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അപ്പൊ ഏരിയയും പെരിമീറ്റർ എന്താണ് പെരിമീറ്റർ, എന്താണ് ഏരിയ എന്ന് പറഞ്ഞാല് ഈ നാല് സൈഡ്സ് ഉള്ള രൂപമാണ്, ബഹുഭുജാണ് സ്ക്വയർ എന്ന് പറഞ്ഞാല്. ഈ നാല് സൈഡ്സും ഈക്വൽ ആയിരിക്കും ആണല്ലോ, നാല് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാല് നാല് വശങ്ങളുടെയും ആകെ തുകയെയാണ്, നാല് വശങ്ങളും കൂടി കൂട്ടി കിട്ടുന്ന ആകെ തുകയെയാണ് എന്തെന്ന് പറയാ? പെരിമീറ്റർ. ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. ചുറ്റളവ് മലയാളത്തിൽ പറയാ ചുറ്റളവ് എന്നാണ്. ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയാം. അപ്പൊ ഈ ഇവിടെ 4 ആണ്, ഇവിടെ A ആണ്, ഇവിടെ A ആണ്, ഇവിടെയാണ് 4A. A+A+A+A എന്ന് പറഞ്ഞാല് 4A. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു A × A² ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഭാഗങ്ങൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ L ആണെങ്കിൽ ഇവിടെ L, ഇവിടെ B ആണെങ്കിൽ ഇവിടെ B അല്ലെ. അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ബിയും രണ്ട് എല്ലും കൂടി ചേർന്നതല്ലേ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിളിന്റെ. അപ്പൊ 2 × L+B ആണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാല്. അതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു L × B. L × B ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാല്. മനസ്സിലായല്ലോ. നമ്മുടെ പുസ്തകത്തിലെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ ഒരു കുട്ടി വരച്ചു. ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു ചതുരം വരച്ചു. 2 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയാണ് ഒരു കുട്ടി വരച്ചത്. അടുത്തൊരു കുട്ടി എന്താ വരച്ചത്? അടുത്തൊരു കുട്ടി വരച്ചു 3 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമായിട്ട് വേറൊരു കുട്ടി വരച്ചു അല്ലെ. അപ്പൊ വേറൊരു കുട്ടി എങ്ങനെയാ വരച്ചേ? 1 സെന്റിമീറ്റർ നീളവും 12 സെന്റിമീറ്റർ വീതിയായിട്ട് വേറൊരു കുട്ടിയും വരച്ചു. ഇതിൽ ഏത് കുട്ടി വരച്ചതാണ് ശരിയാവുക? ഏത് കുട്ടി വരച്ച റെക്ടാങ്കിൾ ആണ് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഏരിയ
ശരിയാവണമെങ്കിൽ ഏത് കുട്ടി വരച്ചതായിരിക്കണം ശരിയാവുക? ഏത് കുട്ടി വരച്ചതാ? എല്ലാവരും വരച്ചതും കറക്റ്റ് അല്ലേ? ഇത് നോക്കുക, 6 × 2 ഏരിയ എത്രയാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. 6 × 2 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എന്താണ്? 3 × 4 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ 1 × 12 12 എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ സ്ക്വയർ. 3 ഈക്വൽ അല്ലേ? മൂന്നും കറക്റ്റ് അല്ലേ? 3 കുട്ടികൾ വരച്ചതും കറക്റ്റ് ആണ്. അപ്പൊ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇത്ര എണ്ണം വരച്ചൂടെ? എല്ലാത്തിന്റെ ഏരിയയും കറക്റ്റ് അല്ലേ? അല്ലേ? അപ്പൊ നോക്കുക, അടുത്ത നോക്കുക. അടുത്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാം? 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ? 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഒരു ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഒരു ട്രയാങ്കിൾ ഇതാണെങ്കിൽ ഇതിന്റെ ഈ താഴത്തെ എ ബി സി നമ്മൾ എങ്ങനെയാണ് ട്രയാങ്കിളിന് പേര് കൊടുക്കുക അല്ലെ? ഈ താഴത്തെ വസ്തുവിനെയാണ് നമ്മൾ പാദം എന്ന് പറയാം. പാദം. ഈ പാദം മുതല് ഇതിന്റെ മൂന്നാമത്തെ കോണ് വരെയുള്ള ദൂരാണ് ഇതിന്റെ ഹൈറ്റ് എച്ച് എന്ന് പറയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച് ഹൈറ്റ് ആണ് അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് അല്ലെ? അത് നമുക്ക് നോക്കാം. നമുക്ക് നേരത്തെ നമ്മൾ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ L × B ആണ്. L × B ആണ് നീളവും വീതി എന്ന് പറഞ്ഞാൽ. ഏരിയ നമുക്കറിയാം L × B ആണെന്ന് അറിയാം ഏരിയ. അപ്പൊ ഇതിന് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതെന്തായി? ഇതൊരു ട്രയാങ്കിൾ ആയി, ഇതൊരു ട്രയാങ്കിൾ ആയി ആണല്ലോ. അപ്പൊ ഈ മൊത്തം ട്രയാങ്കിളിന്റെ എ ബി സി ഡി റെക്ടാങ്കിൾ എ ബി സി ഡി. എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? L × B ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം എ ബി സി ഈക്വൽ ടു ത്രികോണം എ സി ഡി. ഈ രണ്ടെണ്ണത്തിന്റെയും ഏരിയ എന്തായിരിക്കും? ഏരിയ എന്തായാലും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇതിന് ഈക്വൽ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? രണ്ടും കൂടെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് വരയ്ക്കുന്ന ആ വികരണം എന്ന് പറയുന്നത് അതിന് എന്താക്കും? രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ആ റെക്ടാങ്കിളിനെ ഈക്വൽ ട്രയാങ്കിൾ, ആ ചതുരത്തിനെ രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് L × B ആണല്ലോ. അപ്പൊ അതിന്റെ നേരെ പകുതിയുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കില്ലേ? അപ്പൊ എന്താണ്? L × B/2 അല്ലേ? എന്നുവെച്ചാൽ എന്താ? ഇവിടെ നമ്മള് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ബേസ് ആണിത്. ഈ ഹൈറ്റിന് L പകരം നമ്മള് H ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? ഹാഫ് ബി എച്ച്. കറക്റ്റ് അല്ലേ? ഹാഫ് ബി എച്ച് കിട്ടുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. നമ്മളിവിടെ ബിക്ക് ബ്രെഡ്ത്തിന് പകരം ബേസ് ആണ് നമ്മളിവിടെ ബി എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ L പകരം ഹൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിവിടെ കൊണ്ടെഴുതി ഹാഫ് ബി എച്ച്. മനസ്സിലായല്ലോ. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഹാഫ് ബി എച്ച് ആണ്. അത് നമുക്കറിയാം അല്ലെ? ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ ഈ ഹാഫ് ബി എച്ച് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള എന്ത് വരയ്ക്കണം? നമുക്ക് ഹാഫ് ബി എച്ച് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കണം. അങ്ങനെ എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും? നേരത്തെ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള എത്ര ചതുരങ്ങളായിരുന്നു നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നത്? 3-4 ചതുരങ്ങൾ വരയ്ക്കാൻ പറ്റിയിരുന്നു അല്ലെ? ആ 3 ചതുരങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചതുരം കൂടി വരയ്ക്കാൻ നമുക്ക് 1.5ഉം 8ഉം 1.5 and 8 കൊടുത്താൽ നമുക്ക് എണ്ണൽ സംഖ്യകൾ മാത്രം എടുത്തുകൊണ്ടാണ് 3 എണ്ണം വരയ്ക്കാൻ പറഞ്ഞത്. എണ്ണൽ സംഖ്യകൾ അല്ലാതെ നമുക്ക് പൂർണ്ണസംഖ്യകളെല്ലാം എല്ലാ സംഖ്യകളും ഫ്രാക്ഷൻ അടക്കം നമുക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ്? 1.5ഉം 8ഉം കൂടി എടുത്തിട്ട് ഒരു റെക്ടാങ്കിളും കൂടി വരയ്ക്കാം. അതുപോലെ എത്ര ട്രയാങ്കിൾ ഇപ്പൊ ഇവിടെ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും? ഹാഫ് ബി എച്ച് നമുക്കറിയാം. ഹാഫ് ബി എച്ച് ഈക്വൽ ടു എത്രയാണെന്ന് അറിയാം നമുക്ക്? 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ബി എച്ച് എത്രയായിരിക്കും? ഈ
ഹരിക്കണം 2, ഇപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? ഗുണിക്കണം 2 എന്നാവൂല്ലേ? അപ്പൊ 12 ഗുണിക്കണം 2 സമം എത്രയാണ്? 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 24 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ബിയും എച്ചും എത്രയൊക്കെ വാല്യൂകൾ കൊടുത്താൽ 24 കിട്ടുന്നു നോക്കിയാൽ പോരെ? അതിനനുസരിച്ച് നമുക്ക് വരച്ചൂടെ ട്രയാങ്കിള്? അപ്പൊ ബി എത്ര കൊടുക്കാം? 24ന്റെ ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 24 കിട്ടും നോക്കിയാൽ പോരെ? ഏതൊക്കെ കിട്ടും? 12. ബി 12 കൊടുക്കാം. എച്ച് അപ്പൊ എത്ര കൊടുക്കണം? 2 കൊടുക്കാം അല്ലെ? അതുപോലെ ബി 8 കൊടുക്കാം. എച്ച് എത്ര കൊടുക്കണം? 3 കൊടുക്കാം ഇല്ലേ? ഇങ്ങനെ നമുക്ക് ട്രയാങ്കിൾ വരച്ചൂടെ? ബേസ് 12 സെന്റിമീറ്റർ, എച്ച് ഹൈറ്റ് 2 സെന്റിമീറ്റർ ഹൈറ്റില് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ചൂടെ? ഇതിന്റെ ഏരിയ എന്തായിരിക്കും? 12 × 2 24. 24 ഹാഫ് ബി എച്ച് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ 12 × 2 24. 24/2 12 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ ഇത് വെച്ചിട്ടോ 8 സെന്റിമീറ്റർ ബേസ് ആയിട്ടും ഹൈറ്റ് എത്രയാ വരണേ? ഹൈറ്റ് 3 സെന്റിമീറ്റർ. അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാലോ? അതിന്റെ എത്രയായിരിക്കും അതിന്റെ ഏരിയ എന്ന് പറയണേ? 8 × 3 24 അല്ലെ? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബി എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 × 3 4 12 സെന്റിമീറ്റർ സ്ക്വയർ. 12 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ട്രയാങ്കിൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. ട്രയാങ്കിള് നമ്മളിപ്പോ പല ബഹുഭുജങ്ങൾ നമുക്ക് തരും. ചതുരം അല്ലെങ്കിൽ പാരലോഗ്രാം, അങ്ങനെ പല ബഹുഭുജങ്ങൾ തന്നിട്ട് അതിന്റെ ഏരിയ വ്യത്യാസപ്പെടാണ്ട് നമുക്ക് അതിനെ ട്രയാങ്കിളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്തിനാപ്പോ ഇങ്ങനെയൊക്കെ പഠിക്കേണ്ട കാര്യം? ഇപ്പം സ്ക്വയർ ആണ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണെങ്കിൽ അത് അതുപോലെ നിന്നാ പോരെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലെ? അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ട്രയാങ്കിളിന് ഇത്ര ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിപ്പോ ഒരു റെക്ടാങ്കിൾ ആണെന്ന് വിചാരിക്കാം. റെക്ടാങ്കിളിലുള്ള ഒരു സ്റ്റാൻഡ്, ഒരു കമ്പിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിന്റെ മുകളിലേക്ക് ഇവിടുന്ന് ഒരു സാധനം വന്ന് വീഴും. വീണ് കഴിഞ്ഞത് എന്താവും? ഇത് ഇവിടെ എന്താവും? ഒന്നുകിൽ പൊട്ടോ അല്ലെങ്കിൽ വളഞ്ഞോ അല്ലേ? അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഈ റെക്ടാങ്കിൾ ഇതിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരുന്നെങ്കിലോ അവിടെ എന്താ ഉണ്ടാവുക? ഇതിന്റെ മുകളിലേക്ക് ഒരു സാധനം വന്ന് വീണ് കഴിഞ്ഞാൽ എന്താവും? പൊട്ടോ? ഇല്ല. ഈ വന്ന് വീഴുന്ന ഈ ബലത്തിനെ എന്തായി? ഇത് ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. ഈക്വൽ ആയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകും. അപ്പൊ ഇവിടെ ഒന്നും സംഭവിക്കൂല. അത് വളയെ പൊട്ടി ഒന്നും സംഭവിക്കില്ല. അവിടെ ഏറ്റവും ബലത്തിൽ അവിടെ നിൽക്കും. അതാണ് ഈ ട്രയാങ്കിൾ രൂപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിലെ പല അവസരങ്ങളിലും എന്താ പറയാ പല ഭാഗങ്ങളിലും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ട്രയാങ്കിളിലെ. നമ്മളിപ്പോ പോണ സമയത്ത് ഇപ്പോ എന്താ പറയാ ഒരു പാലൊക്കെ ഉണ്ടെങ്കിൽ ആ പാലത്തിന്റെ ഇതുണ്ടല്ലോ, തൂണുകൾ എങ്ങനെയാ കൊടുത്തിട്ടുണ്ടാവുക? ഈ ഷേപ്പിലായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയായിരിക്കും അതിന്റെ തൂണുകൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നോക്കുക, നമുക്ക് 8 സെന്റിമീറ്റർ ഇതൊരു പേര് കൊടുക്കുകയാണ് ABC അല്ലെ? 8 സെന്റിമീറ്റർ ബേസ് ആയിട്ടും 3 സെന്റിമീറ്റർ ഹൈറ്റ് ആയിട്ടും, 8 സെന്റിമീറ്റർ പാത 8 സെന്റിമീറ്ററും ലംബം 3 സെന്റിമീറ്ററും ആയിട്ട്, ഹൈറ്റ് 3 സെന്റിമീറ്ററും ആയിട്ട് ഞാനൊരു ത്രികോണം വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈക്വൽ ത്രികോണം ABCന്റെ ABC ഏരിയ എത്രയായിരിക്കും? ഹാഫ് BH അല്ലെ? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 ആണ്. അപ്പൊ എത്രയാ വരിക? 24/2 എന്ന് പറഞ്ഞാല് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. ഞാൻ ഒരു പോയിന്റ് 3 സെന്റിമീറ്റർ ഈ ബേസ് നിന്ന് ഞാനൊരു 3 സെന്റിമീറ്റർ കൂടി ഇപ്പുറത്തേക്ക് ഇവിടെ ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി.
എന്നിട്ട് ഞാൻ ഈ പോയിന്റിൽ വേറൊരു ട്രയാങ്കിളും കൂടി ഇതേ ബേസ് ആയിട്ട് ഞാൻ വീണ്ടും വരച്ചു, വേറൊരു ട്രയാങ്കിളും കൂടി വരച്ചു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയായിരുന്നു ഞാൻ പറഞ്ഞത്? h = 3 സെന്റിമീറ്റർ ആണ്. ഈ പോയിന്റ് നമ്മളൊരു ഡി എന്ന് കൊടുക്കുകയാണ്. എ ബി ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഈ എ ബി ഡിയുടെ ഏരിയ എന്താണ്? ത്രികോണം എ ബി ഡിന്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാല് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 എത്രയാണ്? 24/2 എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഞാൻ വേറെ ഒരു പോയിന്റും കൂടി 3 സെന്റിമീറ്റർ അകലത്തിൽ, ഈ ബേസിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലത്തിൽ ഞാൻ ഒരു ഇ എന്ന് പറയണ ഒരു പോയിന്റും കൂടി ഞാൻ അടയാളപ്പെടുത്തി. അത് ആ പോയിന്റ് വെച്ചിട്ട് ഞാൻ ഒരു ത്രികോണം കൂടി ഉണ്ടാക്കി. ബേസ് അതന്നെയാണ്, അതിന്റെ ബേസിലേക്ക് വെച്ചിട്ട് മറ്റൊരു ത്രികോണം കൂടി ഞാൻ വരച്ചു. അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 3 സെന്റിമീറ്റർ തന്നെയാണ്. ഹൈറ്റ് 3 സെന്റിമീറ്റർ തന്നെ വെച്ചിട്ട് മറ്റൊരു ത്രികോണം കൂടി ഞാൻ വരച്ചു. അപ്പൊ ഈ ത്രികോണം എ ബി ഇ, ത്രികോണം എ ബി ഇന്റെ ഏരിയ എന്താണ്? ത്രികോണം എ ബി ഇന്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാല് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 എത്ര വരുന്ന 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ത്രികോണം എ ബി ഇന്റെ വരിക 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ഞാൻ വീണ്ടും ഇപ്പുറത്തേക്ക് ഇവിടുന്ന് 8 സെന്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് ഇട്ടു. അതിലേക്ക് സെയിം ബേസ് ആയിട്ട്, ബേസ് എല്ലാത്തിനും സെയിം ആണ്, സെയിം ബേസ് ആയിട്ട് വേറൊരു ത്രികോണം കൂടി ഞാൻ വരച്ചു. ത്രികോണം ഇതിനൊരു എഫ് എന്ന് കൊടുക്കുകയാണ്. എ ബി എഫ്, ത്രികോണം എ ബി എഫ്. ത്രികോണം എ ബി എഫിന്റെ പിന്നെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ് അല്ലെ? ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് ഇതിലെന്താ, ഈ പോയിന്റുകളൊക്കെ നമുക്കൊന്ന് കൂട്ടി വരച്ചൂടെ? ഒരേ വരയിലല്ലേ ഈ കിടക്കുന്നത്? ഈ പോയിന്റുകളെല്ലാം കിടക്കുന്നത് ഒരേ വരയിലല്ലേ കിടക്കുന്നത്? ഒരേ ലൈനിലാണ്. ഈ പോയിന്റുകളൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ലൈനാണ്. ആ ലൈൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഈ എ ബി എന്ന് പറയുന്ന ഈ പാദത്തിന് സമാന്തരമായിട്ടല്ലേ കിടക്കുന്നത്? എന്താ സമാന്തര രേഖ എന്ന് പറഞ്ഞാല്? സമാന്തര രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സമാന്തര രേഖയാണോ? ആണോ? ഇതിങ്ങനെ പോവും, ഇതിങ്ങനെ പോവും, ഇത് ഇങ്ങോട്ടേക്കും വരും, ഇവിടെ കൂട്ടിമുട്ടും. അത് സമാന്തര രേഖയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ട് വശങ്ങൾ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള, രണ്ട് വശങ്ങളും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇവിടെ ഇപ്പോ 1 സെന്റിമീറ്റർ ആണ്, എല്ലാത്തിന്റെയും 1 സെന്റിമീറ്റർ ആയിരിക്കണം. രണ്ട് ലൈനുകൾ 1 സെന്റിമീറ്റർ വീതം അകലത്തിൽ, അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ വീതം അകലത്തിലുള്ള 2 ലൈനുകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അത് അങ്ങനെ എത്ര ദൂരം പോയാലും കൂട്ടിമുട്ടില്ല. അങ്ങനെയുള്ള 2 ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സമാന്തര രേഖകൾ എന്ന് പറയാം അല്ലെ? സമാന്തര രേഖകൾ എന്ന് പറയാം. ഇവിടെ എല്ലാം എന്താണ്? 3 സെന്റിമീറ്റർ ഡിഫറൻസ് ഉണ്ട് അല്ലെ? 3 സെന്റിമീറ്റർ ഡിഫറൻസിലാണ് ഈ 2 രേഖകളും കിടക്കുന്നത് ആണല്ലോ. 3 സെന്റിമീറ്റർ ആണ് ഈ എ ബിയുടെയും ഈ മുകളിലുള്ള ഈ ലൈനിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, അപ്പൊ ഈ പാദത്തിന് എന്താണ്? സമാന്തരമാണ്. ഈ രേഖ എന്ന് പറയുന്നത് ഈ പാദത്തിന് സമാന്തരമാണ്. അപ്പൊ നമുക്ക് ഇതിന്നൊരു എന്ത് റിസൾട്ടാ കിട്ടുന്നത്? നമുക്ക് പറഞ്ഞൂടെ, ഒരേ പാദവും ഒരേ ഏരിയയും ഉള്ള എല്ലാ ട്രയാങ്കിളിന്റെയും മൂന്നാമത്തെ മൂല കിടക്കുന്നത് എവിടെയായിരിക്കും? ഈ എ ബിക്ക് പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കും. ഒരേ പാദവും ഒരേ ഏരിയയും, ഇതിന്റെയൊക്കെ ഏരിയ സെയിം ആണല്ലോ. ഒരേ പാദവും ഒരേ ഏരിയയും ഉള്ള എല്ലാ ട്രയാങ്കിളിന്റെയും മൂന്നാമത്തെ മൂല കിടക്കുന്നത് ഈ എ ബിക്ക് സമാന്തരമായിട്ടുള്ള രേഖയിലായിരിക്കും. അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഈ എ ബിക്ക് സമാന്തരമായി കിടക്കുന്ന ഒരു ത്രികോണത്തിന്റെ പാദത്തിന് സമാന്തരമായ രേഖയിലാണ് മറ്റെല്ലാ ത്രികോണങ്ങളുടെയും മൂന്നാം മൂലകൾ കിടക്കുന്നതെങ്കിൽ പാദം തുല്യമായിട്ടുള്ള ത്രികോണങ്ങളുടെ മൂന്നാം മൂല
ഒരു സമാന്തര രേഖയിലാണെങ്കിൽ ഈ പാദത്തിന് സമാന്തരമായിട്ടുള്ള രേഖയിലാണെങ്കിൽ അതിന്റെ ഏരിയ തുല്യമായിരിക്കും. രണ്ട് റിസൾട്ട് ആണ് നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. നോക്കുക all triangles with the same base and area have their third vertices on a line parallel to the base. എന്താ പറയണേ? ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലാണ്. മനസ്സിലായോ? All triangles with the same base and area have their third vertices on a line parallel to the base. മനസ്സിലായോ? ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലാണ്. അടുത്തത് എങ്ങനെ പറയാം? ഇത് തന്നെ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? All triangles with the same base and the third vertex on a line parallel to the base have the same area. എന്താ പറയണേ? ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. All triangles with the same base and the third vertex on a line parallel to the base have the same area. എന്താ പറയാ? സെയിം ബേസ്, ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരവുമായ ഒരു വരയിലായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. മനസ്സിലായല്ലോ? പക്ഷെ നോക്കാം. Draw another triangle of the same base and area with the left side 7 cm. അപ്പൊ ഒരു ട്രയാങ്കിൾ താഴെ തന്നിട്ടുണ്ട്. 6 cm, 4 cm, 5 cm ആയിട്ട് വശങ്ങളായിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതേ ഏരിയ, ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിള് വരയ്ക്കാനാണ് പറയണേ. മറ്റൊരു ട്രയാങ്കിള് എത്ര? ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ വേണം. ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള മറ്റൊരു ട്രയാങ്കിള് നമ്മളോട് വരയ്ക്കാനാ പറയണേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? എങ്ങനെയാ വരയ്ക്കുക? അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് 6 സെന്റിമീറ്റർ ബേസ് ആണ്. 6 സെന്റിമീറ്റർ, ഞാനിത് ആ അളവിലല്ല കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. 6 സെന്റിമീറ്ററിൽ ബേസ് പാദം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം? മറ്റു രണ്ട് ഭാഗങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പസ് എടുക്കുക. പെൻസിൽ കോമ്പസ് ഒക്കെ എടുക്കുന്നത് അറിയാലോ. രണ്ടും ഈക്വൽ ആയിട്ടിരിക്കണം. ഈ പ്രതലത്തിൽ വെച്ച് രണ്ട് ഈക്വൽ ആയിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് AC എന്ന് പറഞ്ഞ വശം 4 സെന്റിമീറ്റർ ആണ്. അത് നമ്മുടെ സ്കെയിലില് 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. 4 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഏത് പ്രതലത്തിൽ വെച്ചിട്ട് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഒരാർക്ക് ഇടുക. ഒരാർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഒരാർക്ക് നമ്മള് ഇങ്ങനെ വരയ്ക്കാം അല്ലെ? അതേപോലെ ഇത് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ഒരാർക്ക്, ഇവിടുന്നും ഒരാർക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം അല്ലെ? ബി എന്ന് പറഞ്ഞ പോയിന്റ് നിന്നിട്ട് വരയ്ക്കാം. എന്നിട്ട് അതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ്. ആ രണ്ട് വരകളും കൂട്ടി വരച്ചാൽ 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ 6 സെന്റിമീറ്ററോ ഉള്ള ട്രയാങ്കിൾ നമുക്ക് കിട്ടി. നമ്മളോട് ചോദിക്കുന്നത് ഇനി എന്താണ്? ഇതേ സെയിം ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ വേണം. ആ ട്രയാങ്കിളിന്റെ കാര്യം എന്താ പറയുന്നത്? ആ ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡ് എത്രയായിരിക്കണം എന്നാ പറയുന്നത്? 7 സെന്റിമീറ്റർ ആയിരിക്കണം എന്നാ പറയണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? നമുക്കറിയാം, ആദ്യം തന്നെ നമുക്ക് ഈ മൂന്നാമത്തെ പോയിന്റില് ഒരു പാരലൽ ലൈൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു പാരലൽ ലൈൻ കിട്ടണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കുക? ഒരു ലൈനിന് പാരലൽ ലൈൻ എങ്ങനെയാ വരയ്ക്കാറുള്ളത്? നമ്മള് ആദ്യം സ്കെയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും. സെറ്റ് സ്ക്വയർ, ഈ സാധനം ഉണ്ടല്ലോ എല്ലാവരും എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമ്മള് ഈ പോയിന്റില് കറക്റ്റ് ആയിട്ട് വരയ്ക്കും അല്ലെ? ഈ AB എന്ന് പറഞ്ഞ ബേസിൽ വെക്കും. എന്നിട്ട് പതുക്കെ ഇതിങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയാല് ഇവിടെയാണ് നമ്മള് ലൈൻ വരയ്ക്കുക, പാരലൽ ലൈൻ വരയ്ക്കുക. ഇവിടെയാണ് പാരലൽ, ഇങ്ങനെ പാരലൽ ലൈൻ വരച്ചു അല്ലെ?
പാരലൽ ലൈൻ വരച്ചു. ഇനി നമ്മളോട് പറയണത് എന്താണ്? ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഈ ഭാഗം 7 സെന്റിമീറ്റർ ആയിട്ടുള്ള 7 സെന്റിമീറ്റർ വരുന്ന എന്ത് വരയ്ക്കണം? മറ്റൊരു ത്രികോണം കൂടി വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്കെയിലില് 7 സെന്റിമീറ്റർ നമ്മൾ അളന്നെടുക്കുക. 7 സെന്റിമീറ്റർ നമ്മൾ അളന്നെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അപ്പോ നമ്മള് 7 സെന്റിമീറ്റർ നമ്മള് കോമ്പസിൽ എടുക്കുക. സ്കെയിലിൽ നടന്നിട്ട് കോമ്പസിൽ എടുത്തിട്ട് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഈ പാരലൽ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എത്രയാണ്? 7 സെന്റിമീറ്റർ. ഇവിടെ ആയിരിക്കും വരിക ഏകദേശം, അല്ലെ? ഇവിടെ ആയിരിക്കും 7 സെന്റിമീറ്റർ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂല എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് നമുക്ക് കൂട്ടി വരയ്ക്കാം. ഇത് 7 സെന്റിമീറ്റർ ആണ്. ഈ വശം 7, ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ആണ്. മറ്റേ വശത്തിന് ചേഞ്ച് ഉണ്ടാവും. നമ്മളോട് ലെഫ്റ്റ് സൈഡിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 7 സെന്റിമീറ്റർ വരച്ചിട്ടുള്ള മറ്റൊരു ത്രികോണം, സെയിം ഏരിയ ആയിട്ടുള്ള മറ്റൊരു ത്രികോണമാണ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള നമ്മളൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കുക. കാണാപ്പാടം പഠിക്കാനല്ല. കാണാപ്പാടം നിങ്ങൾ ഒരിക്കലും പഠിക്കണ്ട. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇന്നതാണ് സംഭവം എന്ന് മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ കാണാപ്പാടം പഠിക്കാനല്ല നിങ്ങളോട് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ആയിട്ട്, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.